ഹായ്, എൻ്റെ പേര് അർഷാദ്, കണ്ണൂരാണ്. ഞാൻ ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വരുന്നത്. ഒരു വണ്ടിയുടെ രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാം പുതിയ വണ്ടികൾ എടുക്കുന്നതാണ്. പുതിയ വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, വണ്ടി എടുത്തതിന് ശേഷം ഏത് വണ്ടി എവിടെ നിന്നാണോ എടുക്കുന്നത് അവിടെ നിന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് വണ്ടിയുടെ നമ്പർ തന്നിട്ട് നമ്മളോട് നമ്പർ പ്ലേറ്റ് ചെയ്യാനാ പറയാറ്. സാധാരണ അങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴത്തെ നിയമം അങ്ങനെയല്ല. ഏത് വണ്ടിയാണോ എടുക്കുന്നത്, ആരാണോ എടുക്കുന്നത്, അതിന്റെ ഓണർമാർ തന്നെ പോയി രജിസ്ട്രേഷൻ ചെയ്തിട്ട് നമ്പർ വാങ്ങിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഞാൻ വണ്ടി വാങ്ങിച്ചതിന് ശേഷം 2 ദിവസം മുമ്പ് അതിന്റെ ടെമ്പററി രജിസ്ട്രേഷൻ കഴിഞ്ഞു. ടെമ്പററി രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം അതിന്റെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, വണ്ടി വാങ്ങിച്ചവിടുന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഏജന്റുമാർ ഉപയോഗിക്കുകയാണെങ്കിൽ ബൈക്കിനാണെങ്കിൽ 600 രൂപയാണ്. കാറിനോ വലിയ വണ്ടികൾക്ക് എത്രയാണെന്നറിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന 1000ന്റെ മേലെയാണ് അതിന്റെ റേറ്റ്. അപ്പൊ ഞാൻ എന്റെ പേപ്പേഴ്സ്, അവർ തരുന്ന പേപ്പേഴ്സൊക്കെ ആയിട്ട് RT ഓഫീസിൽ പോയി അവിടുന്ന് ഒരു 40 രൂപന്റെ സ്റ്റാമ്പ് പേപ്പർ ഒരു സ്റ്റാമ്പിന്റെ കവർ വാങ്ങിച്ചു. അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അവിടുന്ന് ടാക്സിന്റെ ഒരു പേപ്പർ വന്നു, റോഡ് ടാക്സിന്റെ ഒരു പേപ്പർ വന്നു. അത് ഈ തരുന്ന പേപ്പറിന്റെ കൂടെ ആഡ് ചെയ്തു. ഈ കവറും ഇതിന്റെ കൂടെ ആഡ് ചെയ്തു. പിന്നീട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല്, വണ്ടിയുടെ ചേസ് നമ്പറും വണ്ടിയുടെ എഞ്ചിൻ നമ്പറും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോക്കാണ്. ഇതാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇത് കൊണ്ടുപോയതിന് ശേഷം എനിക്ക് ഒരു വല്ലാത്തൊരു അനുഭവം ഫീൽ ചെയ്തു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. രജിസ്ട്രേഷൻ ചെയ്യാൻ പോയപ്പോൾ അവിടെ കുറെ ഏജന്റുമാരുണ്ടായിരുന്നു. RT ഓഫീസേഴ്സിന്റെ അടുത്ത് ഏജന്റുമാർ ഒരു കെട്ട് പേപ്പറൊക്കെ കൊടുത്ത് വളരെ ഈസി ആയിട്ട് ആ പേപ്പേഴ്സിന്റെ RC ഓണറെയോ ആൾക്കാരെയോ ചോദിക്കാതെ വളരെ ഈസി ആയിട്ട് ആ വണ്ടികൾ കടത്തിവിടുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വണ്ടി ലൈനപ്പ് ചെയ്തു. ഞാൻ അതേപോലെ തന്നെ വണ്ടി ലൈനപ്പ് ചെയ്തു. എനിക്ക് ഏജന്റ് ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ഞാൻ പേപ്പർ കൊടുത്തു. ആ പേപ്പർ കൊടുത്തപ്പോൾ എന്റെ പേപ്പർ എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. എനിക്ക് സംഗതി മനസ്സിലായിട്ടില്ല, എന്താണ് ഇതിന്റെ കാരണം എന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിനുള്ള കാരണം തെറ്റെന്താണെന്ന് അവർ പറഞ്ഞുതരാൻ തയ്യാറായിട്ടില്ല. ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഈ പേപ്പറിന് എന്താണ് തെറ്റ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ സമ്മതിച്ചിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നീ മാറി നിൽക്ക്, ഇവിടെ നിൽക്കണ്ട, മാറി നിൽക്കെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് മാറി നിന്നു. അവിടുന്ന് എന്നോട് മോശമായിട്ട് പെരുമാറി. അതുപോലെ തന്നെ എന്നെ പോലെ തന്നെ 2-3 ആൾക്കാർ ഇതേപോലെ തന്നെ ഡയറക്റ്റ് ഏജന്റുമാരില്ലാതെ ഈ വണ്ടിന്റെ രജിസ്ട്രേഷന്റെ ആവശ്യത്തിന് വരികയുണ്ടായത്. അവർ വന്നതിന് ശേഷം എന്നോട് പെരുമാറിയ പോലെ തന്നെ ഏജന്റുമാരില്ലാത്ത ആൾക്കാരോടും ഇതേപോലെ തന്നെയാണ് പെരുമാറിയത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നതാണ്. ഏജന്റുമാർ ഉള്ളതുകൊണ്ട് മറ്റുള്ള വണ്ടികളെല്ലാം ഈസി ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തു പോകുന്നു. ഏജന്റുമാർ ഇല്ലാത്തതുകൊണ്ട് നമ്മളെ പോലത്തെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, പേപ്പേഴ്സ് പെട്ടെന്ന് റെഡിയാക്കി രണ്ടാമത് സബ്മിറ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, നിന്റെ ഇപ്പം നോക്കാൻ പാടില്ല, ബാക്കിലേക്ക് പോകാൻ പറഞ്ഞു. കുഴപ്പമില്ല, അവരുടെ റൂൾസ് പ്രകാരം നമ്മൾ ബാക്കിലാണ് നിൽക്കേണ്ടത്. ഞാൻ ബാക്കിലേക്ക് പോയി ലൈനപ്പായി ഫസ്റ്റിലേക്ക് വന്നപ്പോൾ ആദ്യം എന്റെ പേപ്പർ റിജക്ട് ചെയ്തു. അതും കാരണമില്ലാതെ റിജക്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഒരു 11:45 ഈ സംഭവം ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.25 മണിക്കൂറോളം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു. അപ്പോ ഇത് ഏജന്റുമാരുണ്ടെങ്കിൽ RC ഓണർ പോലും ഇല്ലാതെ അവിടെ തരികിട നടത്താൻ വേണ്ടി അവർ തയ്യാറാണ്. പക്ഷെ ഇത് ഏജന്റുമാർ ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ, അവർക്ക് എന്തോ ഒരു വെറുതെ ചെയ്തു കൊടുക്കുന്ന പോലെ ഒരു തോന്നല്. അപ്പോ അത് കഴിഞ്ഞ ശേഷം രജിസ്ട്രേഷൻ കഴിഞ്ഞു. എന്നെക്കാളും വേറൊരു പയ്യൻ വളരെയധികം ബുദ്ധിമുട്ടി. ആ പയ്യൻ പെരിയാരം സ്വദേശിയാണ്. ആ പയ്യൻ വന്നിട്ട് വൈകുന്നേരം 5 മണി വരെ ഇതിന്റെ ബാക്കിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഇതിന്റെ ഓഫീസേഴ്സിനോടാണ്. സാർമാരുടെ ഒരു കാര്യം റിക്വസ്റ്റ് ഉണ്ട് എനിക്ക്. എന്താന്ന് പറഞ്ഞാല്, അവിടെ ആരും വരുന്നത് കുറ്റവാളികളായിട്ടല്ല. അവരവരെ ജോലി ചെയ്ത പൈസനെ കൊണ്ട് വണ്ടി വാങ്ങിച്ച് അതിന്റെ റോഡ് ടാക്സ് കെട്ടി രജിസ്ട്രേഷന്റെ ആവശ്യത്തിന് വേണ്ടി വരുന്ന ആൾക്കാരോട് നല്ല രീതിയിൽ ഒന്ന് ചിരിക്കാനെങ്കിലും പഠിക്കുക, നല്ല രീതിയിൽ ഒന്ന് പെരുമാറാൻ പഠിക്കുക. ഇത് അറിയാത്ത ആൾക്കാർ പറഞ്ഞു കൊടുക്കുക. ഏതെങ്കിലും ഓഫീസേഴ്സിനെ അറിയാത്തുണ്ടെങ്കിൽ അറിയുന്ന ഓഫീസേഴ്സുമാർ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവിടെ വരുന്ന 100 ചില്ലാൻ ആൾക്കാർ വരുന്നത് എന്ന് പറഞ്ഞാൽ
എന്തോ കൊടും കുറ്റം ചെയ്ത കുറ്റവാളികളെ പോലെ വന്ന് അവരെ മുമ്പിൽ പേടിച്ച് ഭയന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തിഹാർ ജയിലിലെല്ലാം കൊണ്ടുപോകുന്ന പ്രതികളെ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ എന്തിനാണെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മൾ ആരും ഒന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ എന്തിനാണ് ഇവര് ഈ രീതിയിൽ പെരുമാറുന്നതെന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇതിന് ഒരു ലോബിയുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാല് വെറും 40 രൂപക്ക് ചെലവ് പോകുന്ന ഒരു സംഭവത്തിന് ഒരു ബൈക്കിന് വാങ്ങിക്കുന്നത് 600-700 രൂപയാണ്. അതുപോലെ തന്നെ വലിയ വണ്ടികൾക്ക് വാങ്ങിക്കുന്നത് ഇതിനേക്കാളും വില പിടിപ്പുള്ള ഒരു സംഭവങ്ങളാണ് ഇവർ വാങ്ങിക്കുന്നത്. അപ്പൊ ഇതിന് ശേഷം ഒന്നും ഒരു വർക്കുമില്ല. ഇത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വണ്ടി എടുക്കുന്ന ഷോറൂമിൽ നിന്ന് തരുന്ന പേപ്പേഴ്സ് RTO ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ റോഡ് ടാക്സിന്റെ ഒരു പേപ്പർ തരും. ആ പേപ്പർ സബ്മിറ്റ് ചെയ്താൽ മാത്രം ഇഞ്ചിൻ നമ്പറും ചേസ് നമ്പറും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഇഞ്ചിൻ നമ്പറും ചേസ് നമ്പറും വെരിഫൈ ചെയ്യേണ്ടത് അവിടെ നിൽക്കുന്ന ഓഫീസേഴ്സാണ്, നമ്മളല്ല. നമ്മളെ കൊണ്ടാണ് അവർ ചെയ്യിക്കുന്നത്. ഏജന്റുമാർ വളരെ ഈസി ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ ദയവേത് എല്ലാ ആൾക്കാരോടും പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ ലോബികളെ നിങ്ങൾ വളർത്താതിരിക്കുക. 600 രൂപ 700 രൂപ പൈസന്റെ മൂല്യം മനസ്സിലാക്കുന്ന വ്യക്തികൾ ഇങ്ങനെയുള്ള ഒരു 2-3 മിനിറ്റ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സംഭവം ഇവരെ പോലത്തെ ആൾക്കാർക്ക് ഒരു പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കുന്ന ഇവരെ പോലത്തെ ആൾക്കാർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പോയതിന് ശേഷം ഉണ്ടായ ഒരുപാട് അനുഭവങ്ങൾ, ഒരു കുറ്റവാളികളെ പോലെ ദിവസം 100 കണക്കിന് ആൾക്കാർ ന്യൂ രജിസ്ട്രേഷന് പോയ ആൾക്കാർക്ക് ചിലപ്പോൾ എന്നെ പോലത്തെ ഒരു അനുഭവം ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോബിനെ വളർത്താതിരിക്കുക. ഇത് കണ്ട ഏതെങ്കിലും ഓഫീസേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്ന ഓഫീസർമാരോട് നല്ല രീതിയിൽ പെരുമാറാനൊന്ന് പറഞ്ഞു കൊടുക്കുക. എനിക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഇത്ര ആഗ്രഹിക്കുന്നുള്ളൂ. ഏതായാലും കേട്ടതിന് വളരെയധികം നന്ദി. താങ്ക് യു ഓൾ.